ദേവദത്തെ ടു എക്സ് പ്ലസ് 3y ഈക്വൽ സൈൻ എക്സ്. അപ്പൊ പറഞ്ഞോട്ടെ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 2 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തി അല്ലേ. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് എഴുതിയില്ല, കുഴപ്പമില്ലല്ലോ. പ്ലസ് പറഞ്ഞോട്ടെ, മാറ്റി നിർത്തി. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ dy by dx ഈക്വൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. നമുക്ക് ആറ് വില അതേപോലത്തെ വേണ്ടത്. പറഞ്ഞോട്ടെ, 3 dy by dx cos x minus 2. അടുത്തത് dy by dx equal cos x minus 2 by 3. Cos x minus 2 the whole divided by 3. ഇതാണ് ഒന്നാമത്തെ കണക്കിന്റെ ആൻസർ. ശരിയാണോ നോക്കിക്കേ എല്ലാവരും. ഒന്നാമത്തെ എല്ലാ സ്റ്റെപ്പും നോക്കണം. ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കണക്കിനകത്ത്? ആർക്കെങ്കിലും ഈ പ്രോബ്ലത്തിൽ ഡൗട്ട് ഉണ്ടോ? 2 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 അങ്ങോട്ട് മാറ്റി നിർത്തി. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് 1. അടുത്തതിനകത്തിൽ 3 ഒരു കോൺസ്റ്റന്റ് ആണ്, 3 അങ്ങോട്ട് മാറ്റി നിർത്തി. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് dy by dx. ഓക്കേ, sin x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് cos x. ഓക്കേ, നമുക്ക് അറിയാ വേണ്ടത് dy by dx. അപ്പോൾ 3 dy by dx is equal to cos x. ലെഫ്റ്റിൽ ആഡ് ചെയ്തിരുന്ന 2 റൈറ്റിൽ കൊണ്ടുവന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ dy by dx is equal to cos x minus 2 by 3. Minus 2 the whole divided by 3. ഇപ്പോൾ കിട്ടിയോ? ഓക്കെ, ശരി. ഈ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഒന്ന് രണ്ട് പേരുടെ മറുപടിയൊക്കെ പറയുവാണെങ്കിൽ ക്ലാസ്സിൽ ആളുകളുണ്ടോ എന്ന് എനിക്ക് ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2 എഴുതിക്കൊള്ളുക. ക്വസ്റ്റ്യൻ നമ്പർ 2, 2x plus 3y equal sin y. 2x plus 3y equal sin y. അപ്പം ഞാൻ 5 മിനിറ്റ് സമയം ചെയ്യാൻ തരാം. അതിന് മുമ്പ് ആരെങ്കിലും ചെയ്ത് കഴിയുവാണെങ്കിൽ പറയണം, സാർ ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കണക്കിനകത്തിൽ എന്നെ സഹായിക്കുന്നത് ഫൗസിയാണ്. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ കൂടെ എടുത്തെഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ ഫൗസിയ? dy by dx of 2x plus അതായത് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോ 2 ഒരു കോൺസ്റ്റന്റ് ആണ്, 2 അങ്ങോട്ട് മാറ്റി നിർത്തി. 2 plus 3 into dy by dx. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിക്കാം. 2 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2 അങ്ങോട്ട് മാറ്റി നിർത്തി. എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് 1. പിന്നെ എഴുതണ്ട. പ്ലസ് 3 ഒരു കോൺസ്റ്റന്റ് ആണ്, 3 അങ്ങോട്ട് മാറ്റി നിർത്തി. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സില് dy by dx ഈക്വൽ സൈൻ വൈയുടെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? cos y into dy by dx. ഇത് നമ്മൾ സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുന്നു. സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? കോസ് വൈ, പിന്നെ എക്സിന്റെ സ്ഥാനത്ത് ആരാണോ വന്നിരിക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ്, വൈയുടെ ഡെറിവേറ്റീവ് dy by dx. ഓക്കെ, നമുക്ക് ആരുടെ വിലയാ ഫൗസിയ കണ്ടുപിടിക്കണ്ടേ? dy by dx. ഇവിടെ LHS ഒരു ടേമിനും dy by dx ഉണ്ട്, RHS ഒരു ടേമിനും dy by dx ഉണ്ട്. നമ്മൾ ആദ്യം ഇതിനെ രണ്ടിനെയും ഒരു സൈഡിൽ കൊണ്ടുവരും.
ഞാൻ ഈ LHS കിടക്കുന്ന 3 dy/dx കൂടെ റൈറ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്താ കിട്ടും? 2 ഈക്വൽ cos y into dy by dx minus 3 into dy by dx. cos y into dy/dx minus 3 into dy/dx. അപ്പോ 2 ഈക്വൽ ഇവിടുന്ന് ആരെ കോമൺ എടുക്കും ഫൗസിയ? dy by dx. അങ്ങനെ dy/dx കോമൺ എടുത്താൽ എന്ത് കിട്ടും? dy/dx into cos y minus 3. cos y minus 3. അപ്പോൾ dy/dx എന്ത് കിട്ടും? 3. 2 by cos y minus 3 cos y minus dy/dx. തിരിച്ചെഴുതിയാൽ dy/dx is equal to dy by dx. 2 by cos y minus 3. ശരിയാണോ? 2 divided by cos y. ഇനി ചിലപ്പോ ചില ആളുകൾ ഈ വലതുവശത്ത് കിടക്കുന്ന കോസ് വൈ dy/dx ലെഫ്റ്റ് കൊണ്ടുപോകും. എന്നിട്ട് ആ 2 ഇപ്പുറത്ത് കൊണ്ടുവരിക എന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടോടെ? അങ്ങനെ ചെയ്തവർക്കാണെങ്കിൽ 3 dy/dx മൈനസ് കോസ് വൈ dy/dx is equal to ഈ ലെഫ്റ്റ് കിടക്കുന്ന 2 റൈറ്റിൽ വരുമ്പോ മൈനസ്. ഇവിടെ 4 കോമൺ എടുക്കാം. അപ്പൊ dy/dx into 3 മൈനസ് കോസ് വൈ is equal to -2. അപ്പൊ അങ്ങനെയാണെങ്കിൽ dy/dx is equal to -2 divided by 3 minus cos y. ശരിയാണോ? അല്ല, ആ ന്യൂമറേറ്ററിൽ കിടക്കുന്ന മൈനസ് എടുത്ത് ഡിനോമിനേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്താൽ ന്യൂമറേറ്റർ 2 ആയിട്ട് മാറും. ഡിനോമിനേറ്ററിലെ മൈനസ് കോസ് വൈ പ്ലസ് കോസ് വൈ ആകും. +3 ആരായി മാറുകയും ചെയ്യും. അപ്പൊ ഈ ആദ്യം കിട്ടിയ അതേ ആൻസർ തന്നെയല്ലേ എവിടെയും കിട്ടുന്നത്? ഓക്കെ, ശരിയാണോ ആൻസർ എല്ലാവരുടെയും? ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ? പ്രോബ്ലം ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ല സർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 പോകാം. എഴുതിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം. ax plus by square equal cos y. ax plus by square equal cos y. അപ്പോൾ ഈ കണക്കിനകത്തിൽ എന്നെ സഹായിക്കേണ്ടത് ഗായത്രിയാണ്. ഗായത്രി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞ് അത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എടുത്ത് എഴുതി. എന്നിട്ട് differentiating with respect to x, ax a ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a മാറ്റി എഴുതും. എക്സിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് d/dx ഓഫ് by സ്ക്വയർ എടുക്കുമ്പോൾ b ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് b മാറ്റി എഴുതും. പിന്നെ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 2y എന്ന് എഴുതിയിട്ട് y into dy/dx എന്ന് വരും. അതായത് y സ്ക്വയറിനെ ആദ്യം x സ്ക്വയർ ആണെന്ന് വിചാരിക്കണം. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ y സ്ക്വയർ ആയപ്പോൾ 2y. പിന്നെ എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് y ആ, അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു dy/dx ഈക്വൽ കോസ് y യുടെ ഡെറിവേറ്റീവ് cos y cos x ആയിട്ട് എടുക്കുമ്പോൾ മൈനസ് sin y into dy/dx. മൈനസ് sin y ഇൻറ്റു dy/dx. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം അത് x സ്ക്വയർ ആണെന്ന് വിചാരിക്കണം.
അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ 2y. പിന്നെ എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന വൈയുടെ ഡെറിവേറ്റീവ് അതാണ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, അപ്പൊ ഞാന് ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സിന്റെ വിലയല്ലേ വേണ്ടത്? അപ്പൊ ഗായത്രി എന്ത് ചെയ്തു? സാർ അതില് 2by dy by റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന മൈനസ് സൈൻ വൈ ഡി വൈ ബൈ ഡി എക്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നാരങ്ങ അപ്പുറത്ത് പോകും, എയെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, മൈനസ് എ ആണ്. അപ്പൊ എന്ത് പറഞ്ഞാട്ടെ? 2by into dy by dx 2by into dy by dx plus sin y into dy by dx sin y into dy by dx equal minus a. ഓക്കെ, ഇത് നാല് കോമൺ എടുക്കാം. dy by dx നെ കോമൺ എടുക്കും. അപ്പൊ dy by dx നെ കോമൺ എടുത്താൽ dy by dx into 2by plus sin y 2by plus sin y is equal to minus a. അപ്പൊ അങ്ങനെയാണെങ്കിൽ dy by dx ന്റെ വില എന്ത് വരും? minus a by 2by plus sin y. 2by plus sin y. ഇങ്ങനെയാണോ ചെയ്തവർക്ക് ആൻസർ കിട്ടിയത്? ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുണ്ടോ? എന്തോ പറഞ്ഞാട്ടെ. ആ എ അവിടെ നിർത്തിക്കൊണ്ട് 2by dy by dx അപ്പുറത്തോട്ട് അത് മൈനസ് കൊടുത്താ ശരിയല്ലയോ? ആണ്. അപ്പൊ അന്നേരം മൈനസ് 2by dy by dx എന്ന് വരും. അപ്പൊ അന്നേരം അവിടുന്ന് dy by dx കോമൺ എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്തെഴുതി. ഗിവൺ ഇക്വേഷൻ ഈസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടാൻ എക്സ് എ പ്ലസ് വൈ, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഈ കണക്കിൽ എന്നെ സഹായിക്കേണ്ടത് അമൂല്യെ ഞാൻ മുമ്പേ വിളിച്ചില്ലായിരുന്നു. അമൂല്യെ ഇല്ല സാർ. ഇല്ല, ഇടയ്ക്കപ്പോ അമൂല്യ എപ്പോഴും ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമൂല്യം എന്ന് പറഞ്ഞാട്ടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. ആദ്യം എക്സ് വൈ പ്രോഡക്റ്റ് റൂൾ വെച്ച് അടുത്തയാൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നാണ്. അപ്പൊ ഇൻറ്റു വന്നാൽ എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ. അപ്പോ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ dy by dx പ്ലസ് വൈ ഇൻറ്റു ആദ്യത്തെ ആളിന്റെ ഡെറിവേറ്റീവ് dx by dx. ആൻസർ 1. അപ്പൊ ഒന്നാമത്തെ എക്സ് വൈക്കകത്ത് നമ്മൾ എന്ത് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ. അത് ക്ലിയർ ആയോ എല്ലാവർക്കും? വിനായകന് മാത്രം ക്ലിയർ ആയിട്ടുണ്ട്, വേറെ ആർക്കും ക്ലിയർ ആയെന്നോ ആയില്ലെന്നോ ഒന്നും അറിയുന്നില്ല. ഓക്കെ, ഇനി വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. ഇപ്പൊ നമ്മൾ 2 കണക്ക് എടുത്തു. വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഒന്ന് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y into dy by dx. 2y into dy by dx ഈക്വൽ tan x ന്റെ ഡെറിവേറ്റീവ് sec square x. sec square x. y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ലെ dy by dx. ഓക്കേ, നമ്മുടെ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇവിടെ എത്ര ടേബിൾ dy by dx ഉണ്ട് അമൂല്യേ? 3 ടേബിൾ. ഏതിലൊക്കെയാ? x into dy by dx ഉം 2y into dy by dx പിന്നെ dy by dx. അപ്പൊ അമൂല്യ എന്തോ ചെയ്തു? ഇതിനെ മൂന്നിനെയും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിൽ വേണ്ട, ഓൾറെഡി 2 ടേം ലെഫ്റ്റ് കിടക്കുമല്ലോ. അപ്പൊ പിന്നെ മൂന്നാമത്തെ ഒരു ടേമിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയി പോരെ. അപ്പൊ എന്ത് കിട്ടും? എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y dy by dx
അല്ല മൈനസ് -dy/dx. അപ്പൊ അവരെല്ലാം ഒരു സൈഡിലായി. ഈക്വൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ sec²x. ഇനി വരാനുണ്ടോ? മൈനസ് അതുകൊണ്ട് ഈ പ്ലസ് y റൈറ്റ് വരുമ്പോ ആരാകും? -y. ക്ലിയർ ആയോ? ഇനി ഇടതുവശത്ത് കിടക്കുന്ന 3 ടീമിൽ നിന്ന് ആരെ കോമൺ എടുക്കാം? dy/dx. അപ്പൊ dy/dx ഇൻറ്റു പറഞ്ഞാട്ടെ x plus 2y minus 1. -1 ഈക്വൽ sec²x മൈനസ് y. അപ്പൊ അങ്ങനെയാണെങ്കിൽ dy/dx ന്റെ വില എന്ത് കിട്ടും? sec²x minus y by x plus 2y minus 1. sec²x minus y divided by x plus 2y minus 1. പിടി കിട്ടിയോ എല്ലാവർക്കും? പിടി കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പോ എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം.